കെ.പി.സി.സി ഭാരവാഹികൾ സ്ഥാനമേറ്റു കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിനും പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ ശക്തിപ്പെടുത്തുകയാണ് പുതിയ ഭാരവാഹികളുടെ ലക്ഷ്യം. അതിനാദ്യം വേണ്ടത് കോൺഗ്രസിനുള്ളിൽ നിന്നുമുള്ള കലവറയില്ലാത്ത പിന്തുണയാണ്. കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം.എൽ.എ ഡൽഹിയിലെത്തി ദേശീയ നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടത് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അതിന് ജില്ലകൾ തോറും തങ്ങൾക്ക് പിന്തുണ നൽകുന്ന അധ്യക്ഷന്മാരെ വേണമെന്നും നേതാക്കന്മാർ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന DCC അധ്യക്ഷന്മാരെ നിലനിർത്തി മറ്റ് ജില്ലകളിൽ പുതിയ അധ്യക്ഷന്മാരെ നിയമിക്കുകയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇത് വലിയ രീതിയിൽ പാർട്ടിക്ക് ഗുണകരമാകുമെന്ന ചിന്ത കെ.പി.സി.സിയുടെ പുതിയ ഭാരവാഹികൾക്കുണ്ട്. കോൺഗ്രസിന് ഒരു MLA-മാർ പോലും ഇല്ലാത്ത ജില്ലകളുണ്ട്. ചില ജില്ലകളിൽ ഒരു MLA മാത്രമാണുള്ളത്. ഇവിടങ്ങളിൽ പാർട്ടിയെ ശക്തമാക്കണമെങ്കിൽ DCC അധ്യക്ഷ പദവിയിൽ അടക്കം മാറ്റം വരുത്തണമെന്നാണ് കെ.പി.സി.സി പ്രസിഡന്റ് അടക്കം ആവശ്യപ്പെട്ടതോടെ കേന്ദ്ര നേതൃത്വം വഴങ്ങിയിരിക്കുകയാണ്. അതിന്റെ ആദ്യപടിയായിട്ട് നേതാക്കളിൽ നിന്നും അഭിപ്രായം തേടുവാനുള്ള നീക്കമാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം നടത്തുന്നത്. ഇതിനായി അഭിപ്രായം സ്വരൂപിക്കാൻ എല്ലാ ജില്ലകളിലും AICCയുടെ മറുനാടൻ നിരീക്ഷകർ എത്തുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 3 നിരീക്ഷകരെ വീതം ഏതാണ്ട് ഒരേ സമയത്ത് 14 ജില്ലകളിലും അയച്ച പ്രാദേശിക നേതാക്കളുടെ അഭിപ്രായം ആരായാനാണ് നീക്കം. 30 ദിവസത്തിനകം തീരുമാനമെടുക്കേണ്ടത് കൊണ്ട് തന്നെ ഉടൻ നടപടികൾ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 5 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി AICCക്ക് സമർപ്പിക്കും. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി സംസാരിച്ച് ഹൈക്കമാൻഡ് ഇതിൽ നിന്നും ഒരു പേരിലേക്ക് എത്തുമെന്നും അടുത്ത മാസം പകുതിയോടെ പ്രഖ്യാപനമുണ്ടായേക്കുമെന്നുമാണ് സൂചന. കെ.പി.സി.സി ജനറൽ സെക്രട്ടറിമാരും മറ്റ് ഭാരവാഹികളുടെയും കാര്യത്തിലും ഇത്തരത്തിൽ അഭിപ്രായം തേടുവാനാണ് AICC തീരുമാനിച്ചിരിക്കുന്നത്. തൃശൂർ ഒഴികെയുള്ള 13 ജില്ലകളിലെയും DCC പ്രസിഡന്റുമാർക്ക് മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം തൃശൂരിലെ DCC പ്രസിഡന്റുമാരെ മാറ്റുമെന്നും ഒറ്റയടിക്ക് 14 ജില്ലകളിലും പുതിയ അധ്യക്ഷന്മാരുണ്ടാകുമെന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ പുനഃസംഘടനയിൽ സമുദായം, ചില നേതാക്കന്മാരുടെ താല്പര്യം തുടങ്ങിയ പരിഗണനയിൽ പരിചയവും കാര്യപ്രാപ്തിയും ഇല്ലാത്തവർ നേതൃത്വ സ്ഥാനങ്ങളിൽ എത്തിയെന്ന വിലയിരുത്തൽ AICCക്കുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി കെ.പി.സി.സി ഭാരവാഹികളുടെയും DCC പ്രസിഡന്റുമാരുടെയും മികവ് വിലയിരുത്തി നൽകിയ റിപ്പോർട്ടുകളും AICCക്ക് മുന്നിലുണ്ട്. 30 ദിവസത്തിനകം പൂർത്തിയാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും 1.5 മാസത്തിനെങ്കിലും പുനഃസംഘടന പൂർത്തിയാക്കാനാണ് AICC ലക്ഷ്യമിടുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ ശക്തിപ്പെടുത്തണമെന്ന് അഹമ്മദാബാദ് സമ്മേളനത്തിൽ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. ഇതിനുശേഷം ഗുജറാത്തിൽ നിരീക്ഷകരെ നിയോഗിച്ച അഭിപ്രായം സ്വരൂപിച്ച DCC പ്രസിഡന്റുമാരെ തീരുമാനിക്കുന്ന നടപടി പുരോഗമിക്കുകയാണ്. ഈ മാതൃക തന്നെയാണ് കേരളത്തിലും സ്വീകരിക്കുമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അത് പ്രായോഗികമല്ല എന്നാണ് മറുപക്ഷം പറയുന്നത്. പുനഃസംഘടന പൂർത്തിയാക്കാൻ കുറഞ്ഞത് 60 ദിവസമെങ്കിലും വേണ്ടതിനാൽ കേരളത്തിൽ ഗുജറാത്ത് മാതൃക വേണ്ടെന്ന നിലപാട് ചില നേതാക്കന്മാരിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു. എന്തായാലും മാതൃക ഏത് സ്വീകരിച്ചാലും കേരളത്തിലെ കോൺഗ്രസിനെ പൂർണ്ണമായും അഴിച്ചുപണിയുമെന്ന തീരുമാനത്തിൽ നിന്നും AICC പിന്നോട്ടില്ല എന്ന് പറയുന്നുണ്ട്.